കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മലപ്പുറത്ത് സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നത്. സമീർ, എന്തൊക്കെയാണ് മലപ്പുറത്തെ കാഴ്ചകൾ? നേരത്തെ ചെറിയ തോതിൽ സംഘർഷമൊക്കെ ഉണ്ടായതിന്റെ വിവരങ്ങൾ അവിടെ നിന്ന് വന്നിരുന്നു. പോലീസ് വലിയ സുരക്ഷയൊക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവേശം വാരി വിതറുന്ന മണിക്കൂറുകളിലൂടെയാണല്ലോ മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കടന്നു പോകുന്നത്, അല്ലേ? എട്ടാമ്പാട് പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് പൂക്കോട്ടൂർ പഞ്ചായത്തിൽ. ഇവിടെ വലിയ തെരഞ്ഞെടുപ്പ് ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊട്ടിക്കലാശം കൊട്ടിക്കയറുകയാണ്. ഇവിടെ ഇരുവശങ്ങളിലുമായി LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നിന്നുകൊണ്ട് ഈ അവസാന നിമിഷങ്ങൾ ആഘോഷമാക്കി മാറ്റുകയാണ്. വലിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഒപ്പം തന്നെ വാശിയേറിയ പ്രചാരണവും നടന്ന ഒരിടം കൂടിയാണ് ഇവിടെ. കഴിഞ്ഞ തവണത്തെ UDF വിജയിച്ചത് വെറും 20ലധികം വോട്ടുകൾക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വോട്ട് എങ്ങനെയെങ്കിലും ഈ വാർഡ് തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ LDFും ഒപ്പം തന്നെ സീറ്റ് നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ UDFും വാശിയേറിയ പ്രചാരണം നടത്തുകയും അത് അവസാന ഘട്ടത്തിൽ വലിയൊരു ആവേശത്തിലേക്ക് വഴിമാറുകയും ചെയ്തിരിക്കുകയാണ്. അല്പസമയം മുൻപ് LDF പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉടലെടുക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസൊക്കെ ഇവിടെ എത്തി നേതാക്കളും ഇടപെട്ട് സംഘർഷാവസ്ഥയ്ക്ക് ഒരു ശമനം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ പള്ളിമുക്ക് എന്ന് പറയുന്ന ഈ ഒരു കവലയിൽ LDF പ്രവർത്തകർ ആദ്യം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് UDF പ്രവർത്തകരും ഈ ഭാഗത്തേക്ക് എത്തിയത്. അത് LDF പ്രവർത്തകരെ മറികടന്നുകൊണ്ട് UDF പ്രവർത്തകർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചത് LDF പ്രവർത്തകർ തടയുകയും അതൊരു സംഘർഷത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. അതിന് പിന്നാലെ നേതാക്കൾ തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു ശാന്തമായി മാറുകയും ഇപ്പോൾ വളരെ സംയമനത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ ഇവിടെ ആവേശത്തിലാക്കി മാറ്റുകയാണ്. ഇരുവിഭാഗത്തും വലിയ രീതിയിലുള്ള വാദ്യമേളവും ഒപ്പം തന്നെ വലിയ സംഗീതം എല്ലാം തന്നെ ഒരുക്കിക്കൊണ്ട് പ്രവർത്തകർ ആവേശത്തിൽ ഏറ്റവും മുൾമുനയിൽ നിൽക്കുകയാണ്. അവസാന നിമിഷങ്ങൾ വലിയ ആവേശത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. നേരിയ വ്യത്യാസത്തിലാണ് LDFന്റെയും UDFന്റെയും പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇരു വിഭാഗത്തിൽ നിന്നും കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും അടക്കം നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാവരും തന്നെ ഈ ഒരു ജനാധിപത്യ ഉത്സവം അതൊരാഘോഷമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. LDF UDF പ്രവർത്തകരുടെ ഈ കലാശക്കൊട്ട് പോലീസ് നേരത്തെ തന്നെ ചില പ്രദേശങ്ങൾ തിരിച്ചു കൊടുത്തിരുന്നു. അവിടെ ഒരു നേർത്ത ഒരു അതിർത്തി മാത്രമേ ഉള്ളൂ ഇരു മുന്നണികളുടെയും പ്രവർത്തകർക്ക് സമ്മേളിക്കാൻ. അവിടെ സംഘർഷ സാധ്യത ഉള്ളതുകൊണ്ട് കൂടുതൽ പോലീസ് അവിടങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.